ഹലോ, ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 45 grams ഓഫ് കാസ്റ്റർ ഷുഗർ അല്ലെങ്കിൽ നോർമൽ ഗ്രാനുലേറ്റഡ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യുക. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ, ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് നന്നായിട്ട് കരിഞ്ഞു പോകും. ഒരു മിനിമം 5 to 7 minutes പിടിക്കും ഇത് കാരമലൈസ് ചെയ്യാനായിട്ട്. സോ നന്നായിട്ട് പേഷ്യൻസ് വേണം. പിന്നെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് തന്നെ ഫോളോ ചെയ്യുക. റെസിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതേ ടേസ്റ്റ് വരില്ല. ഇപ്പോൾ ഇത് കാരമലൈസ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 200 ml ഹോട്ട് വാട്ടർ, ബോയിലിംഗ് വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് പെട്ടെന്ന് സിസ്ലെയും ബബിളിയും. സോ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്, പൊള്ളാണ്ട് നോക്കണം. ബി കെയർഫുൾ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. ബോയിൽ ചെയ്ത് നല്ല ഇതുപോലത്തെ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 tablespoon ജാഗരി, ശർക്കര പൊടിച്ചത് വേണം ഇടാനായിട്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബോയിലാവട്ടെ. അപ്പോൾ ഇതിൻ്റെ കളർ കുറച്ചും കൂടെ ഡാർക്കറായിട്ട് വരും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗരി പൗഡറാണ്. സോ കാരമലൈസേഷനിൽ എന്തെങ്കിലും കയ്പ്പ് വരികയാണെങ്കിൽ അത് ഈ ജാഗരി പൗഡർ കൊണ്ട് ശരിയാവും. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു സോസ് പാനിലേക്ക് 75 ml ഓറഞ്ച് ജ്യൂസ്, അത് ഏത് ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് 1 tablespoon മിക്സ്ഡ് ഫ്രൂട്ട് ജാം. ഇനി അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ചെറീസ് ഉണ്ട്, അത് 30 grams സുൽത്താന റേസിൻസ്, 45 grams ചോപ്ഡ് ഡേറ്റ്സ്, 30 grams ടൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റേസിൻസ് 30 grams. ഇനി എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മതി. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, 1 teaspoon ഗരം മസാല. യെസ്, യു ഹേർഡ് മീ റൈറ്റ്, ഗരം മസാല പൗഡർ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ ഗരം മസാല പൗഡറാണ്. സോ അത് നമ്മുടെ കേക്കിന് നല്ല ഒരു ഫ്ലേവർ കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിലാവണം. ബോയിലാവുമ്പോൾ നമുക്കത് മനസ്സിലാവും, നമ്മുടെ കിഷ്മിഷ് എല്ലാം ഒന്ന് വീർത്ത് വരും, ചെറുതായിട്ട് ഇങ്ങനെ ബ്ലൂം ചെയ്തിട്ട് വരും. അപ്പോൾ അത് റെഡിയായി. ഇത് മുഴുവൻ വറ്റിക്കാൻ നിൽക്കരുത്, ഡ്രൈ ആവരുത് കേട്ടോ. അത് കുറച്ച് അതിലത്തെ ആ ലിക്വിഡ് ബാക്കി വെക്കണം. എന്നിട്ട് നന്നായിട്ട് യോജിച്ച് അവസാനം കുറച്ച് 30 grams ഓഫ് ചോപ്ഡ് കാഷ്യൂ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. സോ ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ശരിക്കും സോക്ഡ് ആയിട്ടുണ്ട്, ഫ്ലേവേർഡ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്ക്വയർ ടിൻ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6x6 സ്ക്വയർ ടിന്നാണ്. അത് എല്ലായിടത്തും നന്നായിട്ട് ബട്ടർ ചെയ്ത് പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു 100 ml അല്ലെങ്കിൽ 100 grams ഓഫ് മെൽറ്റഡ് ബട്ടർ, അതിലേക്ക് 140 grams ഓഫ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ക്വയർ ടിന്നാണ്. നിങ്ങൾക്കിവിടെ 6 inch റൗണ്ട് ടിന്നാണെങ്കിലും എടുക്കാം, പക്ഷേ എടുക്കുമ്പോൾ നന്നായിട്ട് അത് ബട്ടർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അതൊരു 70 grams ഓഫ് കാരമൽ സിറപ്പ് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ്, 140 grams ഓഫ് മൈദ, അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡർ, 1/4 teaspoon ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് സോൾട്ട് ആൻഡ് 1 teaspoon ഗരം മസാല പൗഡർ. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യുക. പതുക്കെ ഒന്ന് അരിച്ചു കൊടുക്കണം കേട്ടോ, നന്നായിട്ട് അരിച്ചു കൊടുക്കണം. കാരണം ഗരം മസാലയിൽ ആ കുറച്ച് തരി ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചിട്ട് പിന്നെ ബീറ്റർ വെച്ചിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. 1 pinch സോൾട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഇട്ടിട്ടുണ്ട്. സോൾട്ട് എന്തായാലും ഒരു ഫ്ലേവർ എൻഹാൻസർ ആണല്ലോ, അപ്പോൾ സോൾട്ട് ഇടാൻ ഒരിക്കലും മറക്കരുത്. അതേത് റെസിപ്പി ആണെങ്കിലും സോൾട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർക്കാം. ആദ്യം തന്നെ ഒരു 1 teaspoon വാനില എസൻസ്, പിന്നെ ഒരു 2 to 3 drops ഓഫ് ഓറഞ്ച് എസൻസ്. ഓറഞ്ച് എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റഡ് ഓറഞ്ച് പീലാണെങ്കിലും ഇടാം. അടുത്തത് 2 to 3 drops ഓഫ് പൈനാപ്പിൾ എസൻസ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കുറച്ച്
കാരമൽ ലിക്വിഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു 1 to 2 drops മതി, ധാരാളമാണ്. അതാ നല്ല ഒരു ഡാർക്ക് കളർ ആ കേക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് കിട്ടാൻ, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ സോക്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാരമൽ ഫുഡ് ലിക്വിഡ് കളർ അത് ഏതൊരു ബേക്കിംഗ് സ്റ്റോറിലാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അത് കാരമൽ ലിക്വിഡ് ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ഇത് ഇടാം, ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് മാറില്ല, ജസ്റ്റ് കേക്കിൻ്റെ കളറിൽ മാത്രമേ ആ വ്യത്യാസം വരൂ. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇതിൽ വരാൻ പോകുന്നില്ല. ഇനി ഇത് നമ്മുടെ പാനിലേക്ക് ഒഴിക്കുക. ഈ ബാറ്റർ നന്നായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നു. ടാപ്പ് ചെയ്തിട്ട് അതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാം. ഇനി കുറച്ച് ഒരു 10 to 15 grams ഓഫ് കാഷ്യൂ, ഹോൾ കാഷ്യൂ ഇട്ടിട്ട് മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്വയർ ടിന്നായതുകൊണ്ട് കുറച്ചധികം കാഷ്യൂസ് യൂസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ റൗണ്ട് ടിന്നാകുമ്പോൾ അധികം കാഷ്യൂസ് വേണ്ടി വരില്ല. കുറേ പേര് ഇതിൻ്റെ മീതെ ടൂട്ടി ഫൂട്ടി പിന്നെ ചെറി പീസസ് എല്ലാം ഇട്ട് സ്പ്രിങ്കിൾ ചെയ്യാറുണ്ട്. നോ, ഞാനതൊന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് കീപ്പിംഗ് ഇറ്റ് സിമ്പിളായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടുന്ന പ്ലം കേക്ക് പോലെയാണ് ഞാനിപ്പോൾ ഇതിനെ ടോപ്പ് ചെയ്ത് വെക്കാൻ പോകുന്നത്. വേറെ ഒരു ഡെക്കറേഷൻ വർക്കൊന്നും ഞാൻ ഇതുമ്പോൾ ചെയ്യാൻ പോകുന്നില്ല. ഇനി ഒരു 180 degree സെൽഷ്യസിൽ ഒരു 55 to 60 minutes നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്ക് തണുത്ത് കഴിയുമ്പോൾ കേക്കിനൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ പാൻ പൊന്തിക്കുമ്പോൾ കേക്ക് നല്ല രീതിയിൽ റിലീസായിട്ട് വരും. ഇതുകൊണ്ടാണ് സൈഡിലൊക്കെ നന്നായിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെക്കണമെന്ന് പറയുന്നത്, ഈസി റിലീസിന് വേണ്ടിയിട്ട്. ഒരിക്കലും ചൂട്ടോടെ കേക്ക് കട്ട് ചെയ്യരുത്. നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചൂട്ടോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ക്രംബിൾ ആവും. സോ ഓൾവേസ് കട്ട് ദ കേക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ. ഒരു 85 to 90% നമ്മുടെ നോർമൽ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റായി വന്നിട്ടുണ്ട്. സോ നിങ്ങളും ഇത് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ ഇത് കഴിക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റായിരിക്കും. സോ ട്രൈ ചെയ്തിട്ട് റെസിപ്പി എങ്ങനെയുണ്ടെന്ന് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ് ടു ഓൾ. താങ്ക് യു.